I'll tell you. ഞാൻ അതിന് കാരണം പറയാം. The answer to that question, what do you see? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പരമാർത്ഥതയോട് ഉത്തരം പറയുക. Give an honest answer to that. സത്യസന്ധമായിട്ടുള്ള ചോദ്യത്തിന് നിങ്ങളൊരു ഉത്തരം കർത്താവിനോട്. Go to God and say honestly. ദൈവത്തെ അടുക്കൽ ചെന്ന് നിങ്ങൾ സത്യസന്ധതയോടെ ഒരു മറുപടി പറയുക. Lord, I have to confess, I am seeking my own interest. കർത്താവേ, ഈ കാര്യം ലജ്ജയോടെ എനിക്ക് ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ഞാൻ എന്റെ സ്വന്തം കാര്യമാണ് അന്വേഷിക്കുന്നത്. That's why I am not coming to the level of Christian life that is described in the scriptures. തിരുവചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ക്രിസ്ത്യ ജീവിതത്തിന്റെ മഹത്വകരമായ അവസ്ഥയിലേക്ക് ഞാൻ എത്താത്തതിന്റെ കാരണം ഞാൻ എന്റെ സ്വന്തം അന്വേഷിക്കുന്നതാണ് കർത്താവേ. The devil deceives us by saying that that's the way you will be happy. നിങ്ങൾ സ്വന്തം കാര്യം അന്വേഷിക്കുന്ന മാർഗത്തിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞ് പിശാച് നിങ്ങളെ വഞ്ചിക്കരുത്. From the beginning of human history, മനുഷ്യന്റെ ചരിത്രത്തിന്റെ തുടക്കം മുതൽ the devil told Eve, പിശാച് ആദ്യം തന്നെ ഹവ്വയോട് പറഞ്ഞത് എന്താണ്? You want to be happy? നിനക്ക് സന്തോഷമുള്ളവളായിരിക്കണോ? Don't take seriously all these things that God says. ദൈവം നിങ്ങളോട് പല കാര്യം പറയുകയാണ്. അത് മുഴുവനും ഒന്നും അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. Just eat this fruit, it's okay. You will really be happy. ഈ പഴം നോക്കിക്കാട്ടെ, എത്ര മനോഹരമായ കാഴ്ചയ്ക്ക്. തിന്നാൻ എന്ത് രുചിയാണെന്നറിയാമോ? അതൊന്ന് തിന്നുക, മറ്റധികം തിന്നുക. You seek your own interest, you will be happy. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിന്നെ ഇപ്പൊ തൃപ്തിപ്പെടുത്തുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. അത് നിന്നെ സന്തോഷമുള്ളവളാക്കും. And she was happy for a short period. ഹവ്വായ പിശാചിന്റെ വാക്ക് വിശ്വസിച്ചു, പഴം തിന്നു. അല്പസമയത്തേക്ക് അവൾ വളരെ സന്തോഷവതിയുമായി. All sin gives you a little pleasure for a time. എല്ലാ പാപവും ഒരു താൽക്കാലിക സന്തോഷം നമുക്ക് നൽകുന്നതാണ്. One of the things which is becoming very popular among young people today is internet pornography. ഇന്ന് ചെറുപ്പക്കാരുടെ വിശേഷിച്ച് വളരെ സ്വാധീനം ചെലുത്തുന്ന പ്രചാരത്തിരിക്കുന്ന ഒരു ഭാവമാണ് ഇന്റർനെറ്റിലുള്ളതായിരിക്കുന്ന അശ്ലീല ചിത്രങ്ങൾ കാണുന്നത്. You can sit in that little cabin and lock the door. ഇന്റർനെറ്റ് കഫേയിലെ ആ ചെറിയ കൊച്ചു മുറിക്കുള്ളിൽ ഇരുന്ന് നിങ്ങൾക്ക് വാതിൽ അടച്ച് അതിനുള്ളിൽ ഇരുന്ന് ഈ ചിത്രങ്ങൾ കാണാം. With one click of the mouse you can destroy yourself. ആ മൗസിന്റെ ഒരു ക്ലിക്ക് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ, നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തെ, കർത്താവിനോടുള്ള ബന്ധത്തെ ഒക്കെ തകർത്ത് കളയാൻ കഴിയും. Does it make you happy? അത് നിങ്ങളെ സന്തോഷമുള്ളവരാക്കുന്നുണ്ടോ? Sure. നിശ്ചയമായും. Nobody does things which make them unhappy. അവർക്ക് അസംതൃപ്തി ഉണ്ടാക്കുന്ന, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ആരെങ്കിലും ചെയ്യാൻ അതവർക്ക് ആനന്ദം നൽകുന്നില്ലേ? Sure. നിശ്ചയമായും. What is the opposite of pleasure? ഈ ആനന്ദം എന്ന് പറയുന്നതിന്റെ എതിര് ആയിരിക്കുന്ന കാര്യം എന്താണ്? വേദന എന്നുള്ളതാണ്. If you refuse to click on it, it's a little painful. ഇന്റർനെറ്റ് കഫേയിൽ ഇരുന്നുകൊണ്ട് മൗസിൽ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് നീ വിസമ്മതിച്ചാൽ എന്താണ് ഉണ്ടാകുന്ന? ആനന്ദമല്ല, മറിച്ച് വേദനയാണ്, ഭയങ്കര വേദന. എന്നാൽ അത് നീ ക്ലിക്ക് ചെയ്യുന്ന സമയം നിനക്ക് ഒരു ആനന്ദമുണ്ട്, പ്രത്യേക സന്തോഷം. And the wonderful thing is you have not lost your testimony in the church after doing it. ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം, സഭയുള്ളതായിരിക്കും നിന്റെ സാക്ഷ്യം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുമില്ല, നിനക്ക് നല്ല സാക്ഷ്യമായിട്ട് തുടരുകയും. കാരണം ഇന്റർനെറ്റ് കഫേയിലെ വാതില് പൂട്ടിയിരിക്കുകയാണ്. How long does it last? എന്നാൽ അപ്പൊ കിട്ടുന്ന ആ സന്തോഷം എത്ര നേരം നിലനിൽക്കും? How long did Eve's pleasure last? ഹവ്വയ്ക്ക് ഈ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ ലഭിച്ച ആനന്ദം, ആ സന്തോഷം എത്ര സമയം നീണ്ടു? Seeking her own interest. How long was she happy? ഹവ്വ പിശാചിന്റെ മന്ത്രണത്തിന് ചെവി കൊടുത്ത് അവരുടെ സ്വന്തം താല്പര്യം അന്വേഷിച്ച് അനുസരണക്കേട് കാണിച്ചു. സന്തോഷം ഉണ്ടായിരുന്നു, പക്ഷെ എത്ര നേരം ഈ സന്തോഷം നിലനിന്നു? When later on, some years later, she saw her first son murdering the second son, did it make her happy? ചില വർഷങ്ങൾക്ക് ശേഷം ആദ്യജാതനായിരിക്കുന്ന കയ്യിൽ രണ്ടാമത് പിറന്ന ഹാബേലിനെ കൊല്ലുന്ന ആ ഭീകര രംഗത്തിന് അവൾ സാക്ഷിയാകേണ്ടി വന്നു. അത് അവൾക്ക് സന്തോഷമാണോ നൽകിയത്? ഒരിക്കലുമല്ല. Decisions we take can affect our children. നാം ഇന്നെടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്ന തീരുമാനങ്ങളാണ്. By seeking your own interest, you can harm your children. നിങ്ങളുടെ സ്വന്തം കാര്യം സ്വാർത്ഥം അന്വേഷിക്കുന്നതിലൂടെ
നിങ്ങളുടെ തലമുറയ്ക്ക് ദോഷം ചെയ്യുവാൻ കഴിയും എന്നുള്ളത് മാതാപിതാക്കന്മാർ മറക്കരുത്. Throughout history, the devil has said, you want to take care of your family, seek your own interest. മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ നൂറ്റാണ്ടുകളായി പിശാച് പറയുന്ന കാര്യം ഇതാണ്: നിന്റെ കുടുംബത്തെ കരുതുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ സന്തോഷമുള്ള വ്യക്തിയായിരിക്കും. Jesus came and said, you want to take care of your family, seek the kingdom of God first. യേശു വന്നിട്ട് പറഞ്ഞു, നിന്റെ കുടുംബത്തെ കുറിച്ച് നിനക്ക് വിചാരമുള്ള വ്യക്തിയാണെങ്കിൽ, കുടുംബത്തെ നീ സ്നേഹിക്കുന്നവരിൽ മുൻപേ എന്റെ രാജ്യവും നീ അന്വേഷിക്കുക. Now we are got an opportunity to prove that either Jesus is right or the devil is right. നമ്മുടെ ജീവിതത്തിലെ ഒരു സുവർണ്ണ അവസരം നമുക്ക് കൈവന്നിരിക്കുന്നു. ഇപ്പോൾ പിശാച് പറയുന്നതാണ് സത്യം, യേശു പറഞ്ഞതാണ് സത്യം. Jesus lived to prove that the devil was a liar. പിശാച് പോസ്റ്റ് പറയുന്നവനാണെന്ന് തെളിയിക്കുകയായിരുന്നു യേശുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഉദ്ദേശം. What is your life proving? നിങ്ങളുടെ ജീവിതം എന്താണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? Is your life proving that the devil is a liar? പിശാച് പോസ്റ്റ് പറയുന്നവനാണോ, കള്ളനാണെന്നാണോ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്? Can people see in your life that you don't seek your own interests, you seek the kingdom of God first? നിങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കുന്നവർക്ക് ഈ സാക്ഷ്യം ലഭിക്കുന്നുണ്ടോ? നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കാര്യമാണ് അന്വേഷിക്കുന്നത്, നിങ്ങളുടെ സ്വാർത്ഥപരമായ കാര്യങ്ങളല്ല എന്ന്. Can your children see that? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആ കാര്യം കാണുവാൻ കഴിയുന്നുണ്ടോ? You seek your family's interests first? നിങ്ങളുടെ കുടുംബത്തിന്റെ താല്പര്യങ്ങളാണോ ഒന്നാമത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? Don't think that, oh well, I'm just taking care of my family, I'm not seeking my own interests. നിങ്ങൾ ഈ കാര്യത്തിൽ തൃപ്തി കണ്ടെത്തരുത്. ഞാൻ എന്റെ സ്വന്തം കാര്യമല്ലല്ലോ അന്വേഷിക്കുന്നത്, എന്റെ കുടുംബത്തിന്റെ കാര്യമല്ലേ, ഭാര്യയുടെ മക്കളുടെ കാര്യമല്ലേ അന്വേഷിക്കുന്നത്. Every Marwadi in the world is like that. എന്നാ ഞാൻ പറയട്ടെ, അതിൽ നിങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല. ഇന്ത്യയിലെ കച്ചവടക്കാർ, സമ്പന്നരായ മാർവാടികളും അത് തന്നെയാണ് ചെയ്യുന്നത്. Look at all the big business houses, they take care of their family, they hand over the responsibility to their children. ഇന്ത്യയിലെ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ മാർവാടികളൊക്കെ അവരുടെ സമ്പത്ത് അവരുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ടാണ് വിട പറയുന്നത്. The dogs and pigs take care of their children. മനുഷ്യർ മാത്രമല്ല, മാർവാടികൾ മാത്രമല്ല, പട്ടികളും പന്നിയും ഒക്കെ അവരുടെ കുഞ്ഞുങ്ങളെ കരുതുന്ന മൃഗങ്ങളാണ്. How many people can prove that not seeking my own interest but the interest of Christ Jesus is the best way I can live on this earth? ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഏറ്റവും അനുഗ്രഹീതമായ മാർഗം എന്റെ സ്വന്തം കാര്യം അന്വേഷിക്കാതെ യേശു ക്രിസ്തുവിന്റെ കാര്യം അന്വേഷിക്കുകയാണെന്ന് എത്ര പേർക്ക് തെളിയിക്കുവാൻ കഴിയുന്നുണ്ട്? That is why Jesus said the number one condition of discipleship is you have to hate your earthly father, your earthly mother, your earthly wife, children, brothers, sisters, if you want to be my disciple. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ ഒന്നാമത് നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും നിങ്ങളുടെ വസ്തുക്കളെയും നിങ്ങളുടെ സ്വന്തം ജീവനെയും നിങ്ങൾ പകച്ചേ മതിയാകും. When I take a decision in my life, എന്റെ ജീവിതത്തിൽ ഒരു പ്രധാന തീരുമാനം എടുക്കുമ്പോൾ I don't think, oh, what will my father think, what will my mother think? എന്റെ അമ്മയും അപ്പനും എന്നാ ചിന്തിക്കും എന്ന് ഓർത്ത് ഞാൻ പകരേണ്ട ആവശ്യമില്ല. I couldn't care less what they think. അവരെന്താണ് ചിന്തിക്കുന്നുള്ളത് ക്രിസ്തു ശിഷ്യനായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. In 45 years, I'll tell you, I found very few believers like that. കഴിഞ്ഞ 45 വർഷത്തെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, വളരെ ചുരുക്കം വിശ്വാസികൾ മാത്രമേ മാതാപിതാക്കന്മാരുടെ അഭിപ്രായത്തിന് പ്രധാന തീരുമാനങ്ങളിൽ വില കൽപ്പിക്കാത്തവരുള്ളൂ. There are very few disciples, really. ശിഷ്യത്വത്തിന്റെ മാർഗം ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്ന വളരെ ചുരുക്കം. There are good believers, you see them 10 years later, they are in the same place. വളരെ നല്ല ചില വിശ്വാസിക സഹോദരങ്ങളുണ്ട്. 10 വർഷം കഴിഞ്ഞ് അവരെ ശ്രദ്ധിച്ചാലും അവർ 10 വർഷം മുൻപുള്ള അതേ നിലവാരത്തിൽ തുടരുക. If a student gets 100% in fifth standard, isn't that good? 5ാം ക്ലാസ്സിൽ 100% മാർക്ക് കണക്കിന് ഒരു കുട്ടിക്ക് കിട്ടിയാൽ നല്ല കാര്യമല്ലേ? 10 years later, he's still in fifth standard getting 100%. What do you think? 10 വർഷം കഴിഞ്ഞ് ആ കുട്ടിയെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ 100% മാർക്കുണ്ട്, ഒരു കുഴപ്പമേ ഉള്ളൂ, 5ാം ക്ലാസ്സിൽ തന്നെയാണ്. Believers like that in our church. നമ്മുടെ സഭയിലും ആ തരത്തിലുള്ള പല വിശ്വാസികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. They're not getting 80%, they're getting 100%. അവർക്ക് 80% മാർക്കല്ല കിട്ടുന്നത്, 100ൽ 100% മാർക്ക് കിട്ടുന്നത്. They were in fifth standard 10 years ago, they're in fifth standard today. 10 വർഷം മുമ്പ് 5ാം ക്ലാസ്സിലായിരുന്നു, ഇന്നും 5ാം ക്ലാസ്സിൽ തന്നെ. Where is the revelation?
എവിടെയാണ് ദൈവത്തിന്റെ വെളിപ്പാട്? Where is the greater anointing? എവിടെയാണ് വർദ്ധിച്ചു വരുന്ന അഭിഷേകം? Where is the greater glory? എവിടെയാണ് വർദ്ധിച്ചു വരുന്ന ദൈവത്തിന്റെ മഹത്വം? They have sought their own interests. അവരുടെ സ്വന്തം താല്പര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടാണ് ഈ 10 വർഷവും അവർ ജീവിച്ചത്. You have to ask yourself, നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചേ മതിയാവും. what are you seeking? എന്റെ മനമേ, നീ എന്താണ് അന്വേഷിക്കുന്നത്? Is your life proving when the devil is a liar? You cannot be happy by seeking your own interests. സഹോദര സഹോദരി, കുഞ്ഞെ, നിന്റെ ജീവിതം കൊണ്ട് ഇത് തെളിയിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ സ്വാർത്ഥം അന്വേഷിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും സന്തുഷ്ടരാകുകയില്ലായിരുന്നു. There are numerous examples in the Bible. ദൈവത്തിൽ നിരവധി ദൃഷ്ടാന്തങ്ങൾ ഇതിന് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. You remember the story of Gehazi running after Naaman? നയമാന്റെ പിന്നാലെ ദ്രവ്യം കൊതിച്ച് പഴക്കം വാഞ്ഞ ശിഷ്യനായ ഗേഹസിയെ കുറിച്ച് നമുക്കറിയാം. Elisha refused to take Naaman's money. പ്രവാചകനായ എലീശ നയമാന്റെ പണം തിരസ്കരിച്ച വ്യക്തിയായിരുന്നു. Just like Abraham refused to take the king of Sodom's money. സോദോം രാജാവ് വെച്ച് നീക്കിയ സമ്പത്ത് സ്വീകരിക്കാൻ വിമുഖത കാണിച്ച അബ്രഹാമിനെ പോലെ. I'm sure Elisha would receive gifts from some God-fearing, even poor people. എലീശ ദാനങ്ങൾ സ്വീകരിക്കുന്നതിന് ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ടല്ല, അവൻ ദാനങ്ങൾ സ്വീകരിക്കുവാൻ തക്ക താഴ്വുള്ളവരായിരുന്നു. ചിലപ്പോൾ പാവപ്പെട്ടവരിൽ നിന്ന് പോലും അവന് സൗജന്യമായി കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. Because he didn't have a job, how did he support himself? എലീശയ്ക്ക് ഒരു തൊഴിലില്ലായിരുന്നു. അവൻ മുഴുവൻ സമയം ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. എങ്ങനെയായിരുന്നു അവന്റെ ആവശ്യങ്ങൾ He നടന്നത്? couldn't take it from a person like Naaman, who was a godless person. എന്നാൽ ദൈവഭയമില്ലാത്ത നയമാനെ പോലെയുള്ള ഒരു മനുഷ്യനിൽ നിന്ന് അവൻ പണം സ്വീകരിക്കുകയില്ല. But Gehazi was not like that. എന്നാൽ ശിഷ്യനായ ഗേഹസി ആ ചിന്താഗതിയുള്ളവനായിരുന്നില്ല. He's like today's television evangelist. Anybody send your money. ഇന്നത്തെ ടെലിവിഷൻ പ്രസംഗനെ പോലെ ആയിരുന്നു ഗേഹസി. ആർക്കും പണം അയക്കാം, അഡ്രസ് താഴെ പറയുന്നു. And so he ran after Naaman. അതുകൊണ്ടാണ് ഗേഹസി നയമാന്റെ പുറകെ ഓടിച്ചെന്നത്. He may have had a family, Gehazi. ഗേഹസി ഒരുപക്ഷെങ്കില് പ്രവാചകനായ എലീശയെ പോലെ ഒറ്റത്തടി ആയിരിക്കില്ല. അവന് ഭാര്യ പിള്ളേരൊക്കെ ഉണ്ടായിരിക്കും. He must have said, it's all right for Elisha not to take money, but I've got to take care of my children. ഗേഹസി മനസ്സിൽ പറഞ്ഞു കാണും, എലീശയ്ക്ക് എന്തിനാ ഈ പണമൊക്കെ? ഒറ്റയാളല്ലേ, അവനെന്തെങ്കിലും 3 നേരം പഠിച്ചാൽ പോലെ. എന്നെ സംബന്ധിച്ചുള്ള ഒരു കുടുംബഭാരമുള്ള വ്യക്തി. So he gets the money. അവൻ ചെന്ന് നയമാനോട് പണം സ്വീകരിക്കുന്നു. And Elisha says, എലീശയോട് ചോദിക്കുന്നത്, you try to fool me. നീ എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. You got Naaman's money. നിനക്ക് നയമാന്റെ പണം കിട്ടി. You also got his leprosy. നയമാനിൽ നിന്നും നീ ചോദിക്കാതെ മറ്റൊരു ദാനം കൂടെ സ്വീകരിച്ചു കൊടുക്കുക, അവന്റെ കുഷ്ഠരോഗം. And here's the worst part. അതിന് ഏറ്റവും ശോചനീയമായ ഭാഗം ഇതാണ്. And your children will get leprosy too. നയമാനെ നിനക്ക് മാത്രമല്ല, നിന്റെ സന്തതിക്കും കുഷ്ഠരോഗം ബാധിക്കാൻ. When you seek your own, it affects your children. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥം അന്വേഷിക്കുമ്പോൾ ദൈവത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കില്ല, നിങ്ങളുടെ മക്കളെയും അത് ബാധിക്കും. See what happened to Lot when he sought his own and went to Sodom? സോദോമിലേക്ക് സ്വന്തം താല്പര്യം സ്വാർത്ഥം അന്വേഷിച്ചു പോയ ലോത്തിന്റെ കാര്യം എന്തായി? Look what his daughters became like. ലോത്തിന്റെ മക്കൾക്ക്, പെൺമക്കൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ചിന്തിക്കുക. Adultery with their father. സ്വന്തം പിതാവിനോട്